അപ്പോൾ ഗൈസ് നാളെയാണ് വൈറ്റ് പൊങ്കാല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. ഈ വളകാപ്പ് സംഭവമൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ഫോണിൽ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പിക്ചറും അതുപോലെ വീഡിയോസും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നടത്തണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് നാത്തൂന് അപ്പുറത്തെ പറമ്പിൽ പോയി ഒരു വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്ന് പിന്നെ കുറച്ച് ചന്ദനമൊക്കെ കുഴിച്ച് നമ്മൾ വളക്കാപ്പെന്നൊക്കെ എഴുതി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നപ്പോഴേ എനിക്ക് ഇങ്ങനെ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കി ചിന്നുവിൻ്റെ ഡെക്കറേഷനായിരുന്നു. അങ്ങനെ അതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഭിത്തിയിൽ നമ്മൾ ഇതുപോലെ ഡബിൾ ടേപ്പ് അടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്തത്. മൊത്തത്തിലൊരു പച്ചമയമായിരുന്നു. കാരണം പെയിൻറ്റിൻ്റെ കളർ പച്ചയാണ്, പിന്നെ ഒട്ടിച്ച വാഴയിലയും പച്ചയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു പച്ചമയമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പൂക്കളും കൊച്ചു കൊച്ചു പൂക്കളും കൊച്ചു കൊച്ചു ഇലകളും ഒക്കെ കൊണ്ട് കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡബിൾ ടേപ്പ് ചതിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളിതെല്ലാം ഡബിൾ ടേപ്പ് കൊണ്ടാണ് കേട്ടോ ഒട്ടിച്ചത്. പിന്നെ ഈ ഡെക്കറേഷനൊക്കെ ഞങ്ങൾ അതിവിദഗ്ധമായി കണ്ടുപിടിച്ച ഡിസൈനുകളാണ്. ആരും ചോദിച്ചു വരരുത്, ഇതിൻ്റെ സീക്രട്ടൊന്നും പറഞ്ഞു തരുന്നതല്ല. അങ്ങനെ രാത്രിയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ആദ്യകൂട്ടം 10 മണിയായിട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ പൂവും ഇതുമൊക്കെ ചവറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മയൊക്കെ എപ്പോഴാണ് വൃത്തിയാക്കിയെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ. ഏകദേശം ഒരു 5 മണി ആയെന്ന് തോന്നുന്നു ഞാൻ എണീറ്റപ്പോഴത്തേക്കും എൻ്റെ ഒട്ടിച്ച് വെച്ചിരുന്ന പൂക്കളെല്ലാം താഴെ കിടക്കുന്നു ഗൈസ്. അങ്ങനെ അതിൻ്റെ സങ്കടത്തിൽ വന്ന് അവിടെ ഇരുന്ന് രാവിലെ കുറച്ച് വാളവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് കുളിക്കാനുള്ള സമയമായി. അങ്ങനെ പിന്നെ കുളിക്കാൻ പോകണം. 6:30ക്കാണ് പൊങ്കാലയ്ക്ക് അടുപ്പിൽ തീ എത്തിക്കേണ്ടത്. അപ്പോൾ പിന്നെ കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ സാരി ഉടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. സാരി ഉടുത്ത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, കാരണം സാരി അങ്ങനെ ഉടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഏതാണ്ടൊരു 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഞാൻ സാരി ഉടുത്തിട്ട്. നേരത്തെയൊക്കെ ചേട്ടത്തി ഉണ്ടായിരുന്നപ്പോൾ ചേട്ടത്തിയായിരുന്നു ഉടുപ്പിച്ച് തരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്കൊരു പരിശ്രമം നടത്തുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ 6:30 ആയപ്പോഴത്തേക്കും ചാടത്തുള്ളിൽ പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിന്നും അമ്മയും കൂടെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 270 രൂപയുടെ കലമാണ് കേസായിരിക്കുന്നത്. 1 കിലോ അരി വേവുന്ന കലമാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ കലമൊക്കെ എടുത്ത് അടുപ്പി വെച്ച് ചിന്നുമായിരുന്നു എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നത് കേട്ടോ. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി അവിടെ കുറിയും ഒക്കെ തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചന്ദനം തൊടുമല്ലോ ഇങ്ങനെ കലത്തിൽ. അപ്പോൾ കാശിക്കുട്ടി എണീറ്റ് വന്നത് ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമയം നോക്കി നിന്ന് കറക്റ്റ് 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങി. 6:30 ആയപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ച് അടുപ്പിൽ തീയും കത്തിച്ച് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കുമ്പിട്ട് കുറച്ച് നേരം നിന്നോളൂ, ബാക്കിയെല്ലാം അമ്മയാണ് ചെയ്തത്. തീ ആദ്യം കത്തിച്ചപ്പോഴത്തേക്കും ഒന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. കാരണം മഴ പെയ്തിട്ട് തറയെല്ലാം നനഞ്ഞ് നല്ല വെള്ളമെറുപ്പത്തിൽ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പൊന്ന് കത്തി വരാനായിട്ട് കുറച്ച് സമയമെടുത്ത്. അങ്ങനെ പിന്നെ അമ്മ തന്നെ എല്ലാം പറക്കി വെച്ച് കൊടുത്ത്, വിറവല്ല കൊതുമ്പും ചൂട്ടുവാണ് കേട്ടോ ഇത്. അതെല്ലാം പറക്കി വെച്ച് കൊടുത്ത് പിന്നെ അവിടെ മൊത്തം ഒരു പുകമയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊങ്കാല ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ കാശിക്കുട്ടൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മാമ്മ എടുക്കണമെന്ന് പറഞ്ഞ് 24 മണിക്കൂറും അമ്മയുടെ ഒക്കത്തായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വന്ന് നിൽക്കുകയായിരുന്നു. തലേ ദിവസം നമ്മൾ മസാല ദോശ കഴിക്കാൻ പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ് ഗൈസ്. രാത്രി വന്നപ്പോൾ കൊച്ചുറങ്ങിപ്പോയി. അങ്ങനെ ആ ഡ്രസ്സിൽ തന്നെയാണ് രാവിലെ എണീറ്റ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ചിന്നു അരിയൊക്കെ കഴുകി തന്നു. അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞാണ് അരിയൊക്കെ കഴുകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അരി ഇടാനുള്ള സമയമായപ്പോഴത്തേക്കും അരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതുവരെ ഞാൻ ആ ബാക്കിൽ കിടക്കുന്ന കസേരയിൽ ഞാനും കാശിക്കുട്ടനും കൂടെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അരി അങ്ങോട്ട് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കണ്ണിൽ നിന്നൊക്കെ പൊന്നീച്ച പാറി. കാരണം അടുപ്പിൽ നിന്നുള്ള പുകയെല്ലാം കൂടെ കറക്റ്റ് കണ്ണിൽ തന്നെ വന്നടിച്ച് നല്ല നീറ്റിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ കണ്ണടച്ച് നിന്നാണ് അരി ഇട്ടത് കേട്ടോ. അങ്ങനെ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനമായി. പിന്നെ ഇതൊന്ന് തിളച്ച് വന്നാൽ മതി. അരി വൻ ഫ്ലോപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല വേവുള്ള അരിയായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല മഴയുണ്ട്. അപ്പോൾ മഴ പെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ വെള്ളം പോരാഞ്ഞിട്ട് പിന്നെയും വെള്ളമൊക്കെ കൊണ്ടൊഴിച്ച്. കാരണം അരി കുറച്ച് വേവുള്ളതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അപ്പം തിള വരാനായിട്ട് കുറച്ച് സമയമെടുത്ത്. അങ്ങനെ നമ്മൾ തിള വരുന്നത് നോക്കി നിന്നു ഗൈസ്. തിള വന്നത് തൂകണം. അടുപ്പിൽ കൂടി ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ തൂകിയാലേ അതിൻ്റെ നമ്മൾ ഇട്ട പൊങ്കാലയ്ക്കൊരു ഇതുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ തൂകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊങ്കാല അടുപ്പിൽ അത്
തിളച്ച് തൂവി കേട്ടോ. അപ്പോൾ അമ്മ കുറേ പൂ, തുളസിയില, പിന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ തന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇടാൻ പറഞ്ഞ്. അതൊക്കെ ഒഴിഞ്ഞിട്ടിട്ടിട്ട് പിന്നെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. സോറി ഗൈസ്, അത് തവിയല്ല, അതൊരു ചട്ടകമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം അമ്മയാണ് ചെയ്തത്. ഞാൻ അപ്പോൾ അവിടെ ഇരുന്ന് പഴമൊക്കെ അരിഞ്ഞു കൊടുത്ത്, പഴവും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിരുന്ന പോലെ തന്നെ മഴ പെയ്തു ഗൈസ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ മഴ പെയ്തു. അങ്ങനെ പിന്നെ കുടയൊക്കെ വിളക്കണയാതിരിക്കാൻ വേണ്ടിയിട്ട് കുട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഏകദേശം പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് കർപ്പൂരമൊക്കെ കത്തിച്ച് അതൊന്ന് ഇങ്ങനെ നേദിക്കുമല്ലോ, നേദിച്ച് ഇറക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ചെറിയ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ അങ്ങ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പേടിച്ചായിരുന്നു. ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു കുക്കുടു സ്വാമി നെറ്റിയിലും കയ്യിലും ഒക്കെ കുറിയൊക്കെ കുഴച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്കും ചിന്നു ഇതാ അവിടെ ഉരുളിയിൽ പൂ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വളകാപ്പിന് ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങിച്ച പൂവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അതിങ്ങനെ ഉരുളിയിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പൂ അതിനകത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ സെറ്റിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒന്നുകൂടെ പോയി മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് കേട്ടാ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ ആൾ വന്ന്, വീട്ടിൽ നിന്ന് ഇങ്ങനെ അവർ 7 ജാതി പലഹാരം കൊണ്ടുവരും കേട്ടോ. ചിന്നു ഓടിപ്പോയി സാരിയൊക്കെ പെട്ടെന്ന് തന്നെ ഉടുത്തുകൊണ്ടൊക്കെ വന്ന്, അവൾ പെട്ടെന്ന് സാരിയൊക്കെ ഉടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ കുറേ സമയം എടുക്കും. അങ്ങനെ പിന്നെ 7 പലഹാരങ്ങളും എടുത്ത് പാത്രത്തിലൊക്കെ വെച്ച് ഞങ്ങൾക്ക് തരാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ആദ്യം അമ്മ തന്ന്, ചേട്ടൻ്റെ അമ്മ തന്ന്, പിന്നെ എൻ്റെ അമ്മ തന്ന്. അവർ രണ്ടുപേരും 7 പലഹാരം വീതം നമുക്ക് കുത്തിക്കിട്ട് തന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാമി, അമ്മ, കൊച്ചച്ഛൻ, അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വഴിയെ പോയവരും നിന്നവരും വന്നവരും ഒക്കെ നമുക്ക് പലഹാരം തന്നു. ഞാനും അവളും കൂടി കുത്തിയിരുന്ന് തിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് തന്നതെല്ലാം അലുവയായിരുന്നു കേട്ടോ. അലുവ തിന്ന് അവസാനം മത്തടിച്ച് കേട്ടോ. അലുവയും ജിലേബിയും കൂടി തിന്ന് മത്തടിച്ച്. ആദ്യം തന്നവരൊക്കെ ഇത് കണക്കത്തെ അല്ലാത്ത പലഹാരങ്ങളൊക്കെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ജിലേബി എടുക്കുക, അലുവ എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവസാനം ആയപ്പോഴത്തേക്ക് അലുവ തിന്ന് മത്തടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ തറയിൽ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ തറയിലിരുന്ന് തന്നെ പലഹാരമൊക്കെ തരണം, അതാണ് ചടങ്ങെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തറയിലിരുന്നതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് വന്ന്. ആദ്യം സാരി ഉടുത്ത് തിരിഞ്ഞു പോയി ഗൈസ്. ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് അയൺ ചെയ്തൊക്കെ വെച്ചിരുന്നായിരുന്നു. പക്ഷേ സാരി ഉടുത്തപ്പോഴത്തേക്കും അതിനകത്ത് വെച്ചിട്ട് എനിക്ക് അകവും പുറവും അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ മാമിയാണ് സാരി ഉടുപ്പിച്ചതെന്ന്. സാരി ഉടുത്തപ്പോൾ തിരിഞ്ഞു പോയി. അങ്ങനെ പിന്നെ രണ്ടാമത് പോയി പിന്നെ സാരി ഉടുത്തോണ്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, എല്ലാവരുടെ വർത്താനമൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ മാമിയുടെ മോളടുത്ത് ഒന്ന് പോയി വീഡിയോ എടുത്തോണ്ട് വാടിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവളിങ്ങനെ കല്യാണത്തിന് ഷൂട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ മാമന്മാരാണ്, ഇത് അനിയൻ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ അവിടെ നിന്ന് ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും മാന്യന്മാരായി. അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് വന്നായിരുന്നു. ഞാൻ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ മതി നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അങ്ങനെ അവളാണ് ആ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വളകാപ്പിൻ്റെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. നമുക്ക് 12:30 ആകുമ്പോഴത്തേക്ക് അതിന് മുന്നേ നമുക്ക് വീട്ടിലെത്തണം. അപ്പോൾ ഇവിടെ നിന്നൊരു 10-15 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് ഉള്ള മധുരം എല്ലാം കൂടെ അടിച്ച് കയറ്റിയിട്ട് ചോറൊന്നും കഴിക്കാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ വളകാപ്പിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയിപ്പോവും, അപ്പം ബോറായിപ്പോവും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.